ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഉണ്ടപ്പുട്ടും അതുപോലെ ചെമ്മീൻ ഇലയട. ഇലയില്ലാതെ നമുക്ക് എങ്ങനെ ഇലയട ഉണ്ടാക്കിയെടുക്കാം എന്ന രീതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെമ്മീനാണ് കേട്ടോ ഏറ്റവും നല്ലത്. വലിയ ചെമ്മീനാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. വെള്ളം നല്ലോണം വാലാൻ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒരുപാട് വെള്ളം അതിലിറങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് വാലാൻ വെച്ചിട്ട് എടുക്കുക. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം വിനീഗർ അല്ലെങ്കിൽ ലെമൺ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേണം മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 3 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 കപ്പ് പത്തിരിപ്പൊടിക്ക് ഓൾമോസ്റ്റ് 4.5 കപ്പ് അല്ലെങ്കിൽ ഒരു 5 കപ്പോളം വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഓരോ പത്തിരി മാവിനും പത്തിരിപ്പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് പത്തിരിപ്പൊടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് മാവ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നൈസ് പത്തിരിപ്പൊടിയാണെങ്കിൽ ചെറിയ തീയിലൊന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ നൈസ് പത്തിരിപ്പൊടിയല്ല, നമ്മുടെ നോർമൽ പത്തിരി പൗഡറാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പത്തിരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കാണാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഈ ഒരു പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ 2 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം എടുക്കുക, വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പച്ചമുളകും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ പുറത്ത് വരും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മസാലയാണ് വേണ്ടത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക.
ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല തിക്കായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത മസാലയാണ്. അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഈ ഒരു സമയം വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വെള്ളം കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. പിന്നെ അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പുഴുക്കലരി വെച്ചിട്ട് ചെയ്യാം. നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ട് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടപ്പുട്ടും ഇലയടയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സ്റ്റീമറിൽ ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ മസാലയും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ വേണം നമുക്ക് ഈ ഒരു ബോൾസ് ഒന്ന് ഉരുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ഒന്ന് ബോൾസാക്കി എടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു സൈസിലുള്ള ബോൾസാക്കി എടുത്താൽ മതി. പിന്നെ വലിയ ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലുപ്പം കൂട്ടിയിട്ടെടുക്കാം, അല്ലെങ്കിൽ ചെറുതാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് സ്പേസ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഹോൾസാക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ നല്ലോണം കട്ടിക്ക് വേണ്ട കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തിന്നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പേസ് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഒരുപാട് നിറച്ച് വെച്ച് കൊടുക്കണ്ട. നമുക്കിത് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. മസാല ഒട്ടും പുറത്ത് വരരുത്. ആ ഒരു രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടെ ജോയിൻ ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ മസാല അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മളിനി ഈ ഒരു ബോൾസ് തേങ്ങയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തേങ്ങ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു തട്ടിലോട്ട് ആക്കി കൊടുക്കുക, വെച്ച് കൊടുക്കുക ഓരോന്നായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഓൾറെഡി തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ ഒരു തട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ 7 എണ്ണമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം തിളച്ചതിന് ശേഷം 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇലയില്ലാതെ ഇല അട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലുള്ള ഷീറ്റിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോൾസാക്കി എടുക്കുക. എത്ര വലിയ സൈസാണോ ആ ഒരു രീതിയിൽ ബോൾസാക്കി എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് തിന്നാക്കി എടുക്കണ്ട, അതുപോലെ ഒരുപാട് കട്ടിക്കുമല്ല. അപ്പോൾ ഈ ഒരു സൈസിൽ കുറച്ചും കൂടെ ഒന്ന് ചെറിയൊരു തിക്നെസ്സോടെ തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡിലോട്ടൊന്നും ആവാത്ത നോക്കണം, നടുക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡിലുള്ളതൊക്കെ ഒന്ന് നടുക്കാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ടറ്റവും കൂടെ നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്നിച്ചാക്കാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്നിച്ചാക്കിയെടുക്കാം. അപ്പോൾ മസാലയൊന്നും ഒട്ടും പുറത്ത് വരില്ല. പിന്നെ നമുക്കിത് കവറിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇലയില്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് മസാലയൊക്കെ നല്ല പാകത്തിന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇല വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചെമ്മീൻ ഉണ്ടപ്പുട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പ്ലേറ്റ് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ഫിഷ് വെച്ചും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മീനപ്പം എന്ന് പറയും. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഉണ്ടപ്പുട്ടാണ്. അപ്പോൾ കാര്യമായിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് പൊളിക്കാൻ പറ്റുമല്ലോ, ഞാനൊന്ന് നൈഫ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മസാലയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതും കൂടെ സ്റ്റീം ചെയ്തെടുക്കാം, അട ഷേപ്പിൽ ഉണ്ടാക്കിയത്. ഇതും ഒരു 15 മിനിറ്റ് വെള്ളം തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതും ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്നും മാറ്റാം. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്, ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്, ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ മറ്റതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഉണ്ടപ്പുട്ടും ഇലയടയും കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.